നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വളരെ വിശേഷങ്ങളുള്ള ഒരു കാഴ്ചയുമായാണ് നാട്ടിൻപുറം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത്. ചെറുതുരുത്തിയിലുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനായ വിജയൻ്റെ, ഒരു തരത്തിൽ പറഞ്ഞാൽ വിജയൻ്റെ ഒരു തരം കമ്പങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ കാർഷിക സാമഗ്രികളും കാർഷിക ഉപകരണങ്ങളുമെല്ലാം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അത്തരം ഉപകരണങ്ങൾ ഇന്ന് പ്രദർശനത്തിനു വേണ്ടി കൊണ്ടു നടക്കുകയാണ് വിജയൻ എന്ന് പറഞ്ഞ ഈ പരിസ്ഥിതി പ്രവർത്തകൻ. ഇന്ന് അദ്ദേഹം എത്തിയത് നെടുമ്പരയിലുള്ള LP സ്കൂളിലാണ്. നെടുമ്പരയിലുള്ള LP സ്കൂളിലെ കുട്ടികളുടെ വിത്തുകളുടെ ഒരു കളക്ഷനും അതുപോലെ തന്നെ ഈ കാർഷികോപകരണങ്ങളുടെ ഒരു പ്രദർശനവും കൂടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ കാർഷിക സംസ്കൃതിയുടെ ഉന്നമനത്തിന് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വിജയൻ, ചെറുതുരുത്തി വീട്. വിജയൻ ഇങ്ങനെ ഒരുപാട് പരിസ്ഥിതി കമ്പങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സാധാരണ നമുക്ക് വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഇത്തരം കമ്പങ്ങൾ ഉണ്ടായാൽ അത് സാമ്പത്തികമായി നമ്മുടെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ ഒന്നും ബാധിക്കില്ല. വിജയനെ സംബന്ധിച്ച് അതല്ല. വിജയൻ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിനാണ് ഇങ്ങനത്തെ ഒരു കമ്പം. എത്ര തരം ഉപകരണങ്ങൾ നമ്മൾ ഇതിലിങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്? കാർഷിക ഉപകരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-35 ഐറ്റങ്ങളിലെ കാർഷിക ഉപകരണങ്ങൾ നമ്മളിലൂടെ കുട്ടികൾക്കൊരു ബോധവൽക്കരണം. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു കാലഘട്ടം, ആരോഗ്യമുള്ളൊരു ജനത ജീവിച്ചിരുന്നു എന്നുള്ള സന്ദേശമായിട്ടാണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇതിൽ അങ്ങനെ എത്രത്തോളം ഇപ്പൊ ഈ കാണികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് എത്രത്തോളം പ്രോത്സാഹനം വിജയന് കിട്ടുന്നു? അത് ഞാൻ ചെറുതുരുത്തിൽ ചിങ്ങം ഒന്ന് കർഷകദിനം ആചരിക്കേണ്ട ഭാഗമായിട്ട് ചെറുതുരുത്തി പഞ്ചായത്തും കൃഷിഭവനും കൂടിയിട്ട് വച്ചതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒതുങ്ങാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആൾക്കാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കാരണം കൊണ്ട് സ്കൂൾ തലത്തിൽ, അതായത് ചെറുതുരുത്തി സ്കൂളിലത്തെ 2 HM വന്ന് നോക്കിയതിന്റെ ശേഷം സ്കൂൾ തലത്തിലാവാമെന്ന് വെച്ചു. സ്കൂളിൽ നിന്ന് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും കൊണ്ട് നടക്കാനും അതിലൊരു പ്രചോദനം കിട്ടി. ഇത് എവിടുന്നാണ് കളക്ട് ചെയ്തത്? ഇല്ല, എന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ. ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ നമ്മൾ കൂടുതലും ഒന്നല്ലെങ്കിൽ കിലോ അല്ലെങ്കിൽ ലിറ്റർ ഇതിനെ പറ്റി മാത്രമേ അറിയൂ. അപ്പൊ നമുക്ക് പണ്ട് പറ ഉണ്ടായിരുന്നു, ഇടനാഴി ഉണ്ടായിരുന്നു, നാഴി ഉണ്ടായിരുന്നു, അതുപോലെ ഉരി എന്ന് പറഞ്ഞ വേറെ അളവുണ്ടായിരുന്നു. അപ്പൊ ഇതിനെയൊന്നും കുറിച്ച് കുട്ടികൾക്ക് അറിയാം. അപ്പൊ അതിനെ സംബന്ധിക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് പണ്ട് കാലത്ത് ഈ തെങ്ങിന്റെ കൊണ്ടൊക്കെയാണ് പണിതിരുന്നത്. ഇപ്പൊ കാലഘട്ടം മാറിയപ്പോൾ നമ്മൾ അതിന്റെ ഒരു ആശയം കണക്കൂട്ടിക്കൊണ്ട് എല്ലാതും ഇങ്ങനെ ഒരു രൂപങ്ങളുള്ളത് ഇരുമ്പ് കൊണ്ടാണ്. അതുകൊണ്ട് പറ, ഇടങ്ങാഴി, നാഴി, ഉരി എന്നുള്ളവര് നിൽക്കി വന്നിട്ട്. അപ്പൊ ഈ പറയൊക്കെ സാധാരണ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? പണ്ട് മരം കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. മരപ്പറകൾ ഇപ്പൊ സൂക്ഷിക്കാനല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ എടുത്ത് കാരണം കൊണ്ട് അളവ് പാത്രങ്ങള് ഇതാണ്. ഇപ്പൊ മിക്കവാറും നമുക്ക് നെല്ല അളവോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അമ്പലത്തിൽ നിന്നൊക്കെ ചിലപ്പോ നമ്മള് പറയെടുപ്പിന് വരുമ്പോ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇതെന്താണ്? ഇത് മീൻകൂട കുരുത്തി. പണ്ട് വലയൊന്നും ഇല്ലാത്ത സമയത്ത് മീൻ പിടിക്കാന് ലളിതമായിട്ട് ഉപയോഗിച്ചിരുന്ന കൂടകളിലാണ്. ഇപ്പൊ നമുക്ക് മറ്റേ ബൈക്കിലൊക്കെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കൊട്ട് ഇതായിട്ടാണ് വരുന്നത്. കുരുത്തി മീൻ പിടിക്കാന് പണ്ടത്തെ ആൾക്കാര് ലളിതമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഈർക്കിളി കൊണ്ടാണ്, ഈർക്കിളി മുള. അതുകൊണ്ട് എത്രയും ലളിതമായിട്ട് ഇതിൽ മീൻ പിടിച്ചിരുന്നത്. ഇതാ ഇങ്ങനെ വെള്ളവും മീനും കൂടി ഒരുമിച്ച് ഇതിലേക്ക് വീഴും. വെള്ളക്കെട്ടുള്ള സ്ഥലത്തുനിന്ന് എന്നിട്ട് മീൻ ഉള്ളിൽ നിൽക്കും, വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ അതിന്റെ എടുക്കേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടി കെട്ട് കഴിഞ്ഞാൽ ലളിതമായിട്ടുള്ള പണ്ടത്തെ ആൾക്കാരുടെ ഒരു അതേപോലെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഉരി പറഞ്ഞില്ലേ, ഉരിയുടെ അളവ് എങ്ങനെയാണ്? ഇപ്പൊ പൊതുവെ ഇതിന്റെ 2 നാഴിയില് 2 പ്രാവശ്യം. അപ്പൊ 2 ഉരി കൂടിയ ഒരു നാഴി. പിന്നെ ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 4 എണ്ണം. ഇത് 4 എണ്ണം ആയ ഇടങ്ങാഴിയാവും. 10 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഒരു പറയും. അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു കണക്കിലാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അരിവാളെന്നൊന്നും ഇപ്പൊ നമ്മള് പലരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം പുൽവീശി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ഒരു സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അരിവാള് പണ്ടത്തെ നെല്ല് കൊയ്തെടുക്കാൻ
അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാവും ചിലപ്പോ ഇപ്പോ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രങ്ങളുടെ ചിഹ്നമൊക്കെ കാർഷിക അതാണല്ലോ കാർഷിക തന്നെ ചിരട്ടക്കയില് ലളിതമായിട്ട് പണിതിരിക്കുന്ന കൊട്ടുവടി. ഇത് മണ്ണൊക്കെ തല്ലി ഒപ്പാക്കാൻ ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മൾ കട്ടയൊക്കെ ഉടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാരണ മിക്സി, ഗ്രൈൻഡർ അതുപോലെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇപ്പോഴും കുട്ടികൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോ ചിരവ കാണാത്ത കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് സാധാരണ. അപ്പൊ ഇത് പണ്ട് ഇങ്ങനെ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചു. അപ്പൊ ഇതിന്റെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ. ഇതില് കുന്താണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധ ഗുണം ഉണ്ട് നെല്ലിന്. ഇപ്പൊ ഞവര നെല്ല് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തവിടിനാണ്. അപ്പൊ ഉമ്മി കളയാൻ ഉപയോഗിക്കും. ഉമ്മി കാളം ചിറ്റാണ്. ഈ ചിറ്റോണ്ട് ഇട്ടിട്ട് നെല്ലിട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെച്ചാലാണ് ഉമ്മി മാത്രം തവിട് നെല്ലിന്റെ മുകളിൽ നിൽക്കും. അതിനാണ് കുന്താണി ഉപയോഗിച്ചത്. അതിനാണ് ഇപ്പൊ ഈ ഒലക്കയ്ക്ക് രണ്ട് തരത്തിലുള്ള അതിൽ പൊടിക്കാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആട്ടുകല്ല് ധാന്യങ്ങള്. അപ്പൊ അതെന്ന് വെച്ചാൽ ആരോഗ്യമല്ല. പണ്ടത്തെ കാലത്ത് ഗ്രൈൻഡറും ഇല്ല, മിക്സി ഇല്ല. അപ്പൊ എല്ലാം കാർഷിക മേഖലയിലാണെങ്കിലും കൂടെ നമ്മൾ ഇതാണ് ഉപയോഗിച്ചിരുന്നത്. മിഷന് യന്ത്രവൽക്കരണം ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു സന്ദേശമാണത്. കാരണം ആരോഗ്യപരമായിട്ട് ഇടിക്കുക, ആട്ടുക, കുത്തുക അതിനുള്ളൊരു സന്ദേശമാണ്. ഇതില് അമ്മി പിന്നെ നമുക്ക് സാധാരണ വീട്ടിലൊക്കെ കുറേശ്ശൊക്കെ കാണാറുണ്ടാവും. ഭാരം കൂടിയത് കാരണം കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഇതിൽ കാരണം കൊണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ നമ്മള് മങ്ങലികൾ എന്ന് പറഞ്ഞിട്ട് സാധാരണ നെല്ലൊക്കെ സൂക്ഷിക്കണം. നെല്ലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അപ്പൊ ഇതുപോലെ തന്നെ പത്തായങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പത്തായങ്ങളും മങ്ങലികളുമാണ്. ഇപ്പോഴത്തെ പോലെ നമ്മളിപ്പോ അരിയൊക്കെ സൂട്ട് കേസിൽ മേടിച്ചു വരിക, സഞ്ചിയിൽ മേടിച്ചു വരിക, അല്ലെങ്കിൽ കിറ്റിൽ മേടിച്ചു വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല, വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നതായിരുന്നു. ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടതല്ലേ ഏകദേശം ഇതേപോലെ തന്നെ നന്നങ്ങാടി എന്ന് പറയുന്ന സംഗതി? അല്ല, നന്നങ്ങാടിയിലെ രൂപത്തിലും വ്യത്യാസമുണ്ട്. ഇത് നെല്ല് സൂക്ഷിക്കുന്നതിനുള്ള കേടുവരാതെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ്, പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലഘട്ടത്തിൽ. ഇപ്പൊ ഡ്രമ്മായി, വേറെ സാധന കവറുകളായി. അതിനുപരി നന്നങ്ങാടി എന്ന് പറയുമ്പോൾ വേറെ രൂപമാവും. ഇത് നെല്ല് സൂക്ഷിക്കാനുള്ള വിത്തുകൾ ഇതിപ്പോ അല്ല, നെല്ലിന്റെ കാര്യങ്ങൾക്ക് വിത്തുകൾ സൂക്ഷിക്കാനുള്ള ഇതാണ്. ഇതൊക്കെ ഇപ്പോഴും നമ്മള് വിപണിയിലുണ്ടോ, ഉണ്ടാക്കുന്നുണ്ടോ? വിപണിയിൽ ഇല്ലാത്ത സാധനമാണ് ഞാൻ ഇത്ര എണ്ണം ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവരുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ അയൽവക്കത്ത് തന്നെ അവിടെ പണിയുണ്ട്, നമ്മുടെ പുഴയോർമ്മിന്റെ സൈഡിൽ. അവരൊന്നും ഇങ്ങനെ പണി തന്നെ ഇല്ല. അതുണ്ടാവാം, പിന്നെ വല്ല പ്രതിമകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ കുറവാണ്. അപ്പൊ സാധാരണ നമ്മള് മുള കൊണ്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ വീട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്നു, മറ്റേ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ വീട്ടിലെ കാര്യങ്ങൾക്ക്. അപ്പൊ ഇത് കുണ്ടമുറാണ്, ഇത് കളമുറാണ്, ഇത് കൊട്ടയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ പ്ലാസ്റ്റിക് ഇറങ്ങുന്നുണ്ടെന്ന് അല്ലെ. അപ്പൊ ഇതിലാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഇത് പണ്ട് ഇങ്ങനെ ചാണകം മെഴുകിയിട്ട് കൂടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അതിന്റെ ഇടയിൽ കൂടെ ചോരണ്ടാന്നുള്ളതും ഒരു ഉറപ്പിനും വേണ്ടി ചാണകം മെഴുകി. അതേപോലെ പരമ്പ് നമ്മള് ടാർപ്പായ ഇല്ലാത്ത കാലഘട്ടത്തിൽ നെല്ലുണക്കാൻ ലളിതമായിട്ട് മുള കൊണ്ടുണ്ടാക്കിയിരുന്നാണ് മുള, ഓട, പരമ്പാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് കമ്പരാന്തല് നമുക്ക് ലൈറ്റ് ഇല്ലാത്തപ്പോ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു അപൂർവ വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഉറിയൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉറിയടിയൊക്കെ നടത്താറ്. അപ്പൊ ഈ ഉറിയടിയൊക്കെ ഇത്തരം ഉറിയാണ് എന്നുള്ളതും അതേപോലെ തന്നെ ഉറിയിൽ നമ്മള് ഇതിന് വേറൊരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ മുന്നേ ഏറ്റവും സുരക്ഷിതമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തിട്ട് വയ്ക്കാൻ ഏറ്റവും ലളിതമായിട്ട് ചെയ്തിരുന്ന സംഭവമാണ് ഉറി. അപ്പൊ അതിനോട് കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണത്തിന്റെ ഇതാണ് ഇങ്ങനെ കണക്കാക്കി. പിന്നെ അതുപോലെ അതിന് വേറെ കെമിക്കൽസ് ഇല്ല, കേടില്ല. എത്രയോ ദിവസങ്ങളോളം ഭക്ഷണപദാർത്ഥങ്ങൾ ഉറുമ്പ് മറ്റുള്ളതൊന്നും അരിക്കാത്ത രീതിയിലുള്ള. പിന്നെ അതുപോലെ തന്നെ ഇത് കതിർക്കുല സാധാരണ നമ്മൾ വലിയ തറവാട്ടിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കാണാറുണ്ട്. ഇത്തരത്തിലുള്ളത് ഇപ്പൊ ഇങ്ങനെ വളരെ ചുരുക്കമാണ്. പക്ഷെ എന്നാലും ചില പുതിയ വീടുകളിൽ തന്നെ ഒരു ഫാഷന് വേണ്ടി ഇത്തരം കതിർക്കുലകൾ ഉണ്ടാക്കി കെട്ടിത്തൂക്കണ ഒരു സിസ്റ്റം ഉണ്ട്. ഇത് എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടി ട്രിപ്പ് പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് പാടത്തുനിന്ന് കതിര് പെറുക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, കാശ് പുറത്ത് മേടിച്ചല്ല. അപ്പൊ എന്നിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിച്ചാൽ നമ്മുടെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയതാണ്.
അത് സ്കൂൾ കുട്ടികളാണ് ഇങ്ങനെ ഇതാക്കിയത്. അപ്പൊ ഇതിൽ തന്നെ പണ്ട് ഒരു 2-3 തരത്തിലുള്ള സേവലുണ്ടായിരുന്നു. ജലസേചന സമ്പ്രദായത്തിന് നമുക്ക് അണക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ മോട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഒന്ന് നമ്മള് മറ്റേ കൊട്ടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു കിണറിന്റെ ഒക്കെ മുകളിൽ ഒരു പാലം കണ്ടിട്ട് കൂടെ നടന്നിട്ട് തേവണത്. പിന്നെ കൈ കൊണ്ട് തേവണം, കൈകൊട്ടത്തേക്ക് എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറച്ചും കൂടി വലിയ സ്ഥലങ്ങളിൽ കാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സമ്പ്രദായം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി. അപ്പൊ അതിൽ സാധാരണ ഏത്തക്കൊട്ട എന്ന് പറയുന്ന ഇതാണിത്. ഇത് നമുക്ക് സാധാരണ ഇപ്പൊ എങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിൻപുറത്ത് എവിടെയില്ല. ഇല്ല, ഇത് മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോട്ടറില്ലാത്ത കാലഘട്ടത്തില് കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മരമാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഇത് രണ്ട് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ താഴത്തുനിന്ന് മേലേക്ക് ഒഴിക്കുക. അങ്ങനെ താഴത്തുനിന്ന് മേലേക്ക്. രണ്ടാള് വേണം. രണ്ടാള് അങ്ങനെ കാൽക്കുട നമ്മള് കാൽക്കുട ആദ്യം പറയുമ്പോ കുജേലിനെയാണ് ഓർമ്മ. കുജേലിന്റെ കുടയും അവലും പൊതിയുമാണ് നമുക്കിങ്ങനെ ഓർമ്മയിലേക്ക് എത്തുന്നത്. കാൽക്കുട ഇത് പിന്നെ തൊപ്പിക്കുട സാധനം. തൊപ്പിക്കുട ലളിതമായിട്ടുള്ള പണിയല്ലേ. ഹെൽമെറ്റിന് പകരം തൊപ്പിക്കൂടെ മതിയാവും. അത് പോലീസുകാർ സമ്മതിക്കില്ല. അതെ അതെ, കുണ്ടംകുടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലാവുമ്പോ നമുക്ക് ഞാറ് പറിക്കുമ്പോ പറിക്കുമ്പോ ഒരു കാരണവശാലും മേത്തേക്ക് വെള്ളാവില്ല, ബാക്കി വെയിൽ കൊള്ളില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് ആയി. പ്ലാസ്റ്റിക് മേശേരി, പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ്. ഇത് വൈക്കോൽ തോട്ടി. വൈക്കോൽ തോട്ടി പറഞ്ഞാൽ വൈക്കോല് തല്ലിയിട്ട് പണ്ട് മിക്കവാറും നമ്മൾ ഒന്നല്ല വീട്ടിന്റെ മുറ്റത്തായിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ റോഡുകളിലേക്ക് റോഡിൽ വൈക്കോല് തല്ലണ ഒരു സ്ഥിതിയായി. ഇപ്പൊ വാഹനങ്ങളൊക്കെ കൂടിയപ്പോ അതൊന്നും നടക്കാണ്ടായി. പിന്നെ റോട്ടിലിപ്പോ നമുക്ക് ശരിക്കും ഒരു പാദച്ചാലില് പോണേക്കാളും കുണ്ടും കുഴിയാണ് റോട്ടിൽ. അപ്പൊ അതുകൊണ്ട് അത് നടക്കാതെയായി. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് വൈക്കോല് തല്ലിയിട്ട് മൃദുലപ്പെടുത്തിയിട്ട് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ. വൈക്കോലിന്റെ ഒരു പദം വരുത്താന്ന് പറയും. പദം വരുത്താന്ന് പറയും. വൈക്കോല് തല്ലിയാനാണത് പദം വരുള്ളൂ. അതിനെ ഉപയോഗിച്ചിരുന്നതാണ് വൈക്കോല്. ഇന്നിപ്പോ ട്രാക്ടറിന്റെ മിഷീനിൽ വെച്ചിട്ട് റോളാക്കി ഇത് ഊർജ്ജമരം. ഇത് സാധാരണ നമ്മള് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരേപോലെ ആക്കാനും അല്ലെ മണ്ണൊക്കെ ഇങ്ങനെ ഇതാവാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഇതിന്റെ അങ്ങനെ ചങ്ങല മരത്തില് മുഖത്തിലേക്ക് കെട്ടിയിട്ട് അതിന് നമ്മൾ പറയാം വെള്ളക്കാല് എന്ന് പറയും. വെള്ളക്കാല് ഇതിനെ കുളത്തിന്റെ ശേഷം മുഖത്തിലേക്ക് കെട്ടാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇതില്. പിന്നെ അതിൽ ഇതിലിങ്ങനെ 2 വടിയുണ്ട്. ഇതിലിങ്ങനെ കുളത്തേക്ക് ചങ്ങലയിൽ കുളത്തിന്റെ ശേഷം. ഇത് പിന്നെ പ്ലാസ്റ്റിക് ഇല്ല, പാന്തകം. പാന്തകമാണ് അത് കെട്ടാൻ നോക്കും. ഇതും കൂടി കെട്ടാൻ ഉപയോഗിച്ചിരുന്നു. മുടിയങ്കോല് അത് എത്ര ലളിതമായിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അതല്ലേ, എത്ര വൃത്തിയാ. ഇത് കാഞ്ഞിരം കൊണ്ടുള്ളതാണ്. കാഞ്ഞിരം. ഇത് പേരെ. നമ്മളിപ്പോ ഒന്നേ ഉള്ളൂ ഒലക്കൊണ്ട് തല്ലണം, അല്ലെങ്കിൽ മുടിയങ്കോലുകൊണ്ട് തല്ലണം എന്നൊക്കെ പറയുന്ന പണ്ടത്തെ സംഗതികൾ. ഇതെല്ലാവർക്കും ഒരു കൗതുകമായി കണ്ടു കേട്ടോ. നല്ല ഇത് നമ്മള് നുകം എന്ന് പറയുന്നത്. ഇതിൽ ഇതിനെ വെച്ചിട്ട് ഇതും തന്നെ പ്ലാസ്റ്റിക്കിന്റെ കയറൊന്നല്ല. ഇത് നുകം. ഇതിന് മാത്രം അവി എന്ന് പറയുന്നത്. ഇത് കരി. നമുക്കങ്ങനെ പാടൊക്കെ അങ്ങനെ അതും അത് തന്നെ.
അപ്പോൾ ഇതുപോലെ തന്നെ വിത്തുകളും ബാക്കി സംഗതികളും ഒക്കെ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുകയും അത് കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഈ LP സ്കൂളിലെ കുട്ടികൾ. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ ഉദ്ദേശം, എന്തിനാണ് നമ്മളിത് കളക്ട് ചെയ്തത്? വിത്തുകളൊക്കെ അറിയാൻ വേണ്ടിയോ. ഏതൊക്കെ വിത്താണ് എന്താണെന്ന് ഓരോ തരത്തിലുള്ള വിത്തുകളെ പറ്റി അറിയാൻ വേണ്ടി. പിന്നെ കുട്ടിയായ മുതൽ എന്താ കൃഷി ചെയ്യാൻ അറിയലും പിന്നെ വലുതായ കുറച്ച് താല്പര്യം. കുട്ടിയിൽ നമുക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായാൽ അത് വലുതാവുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു നല്ല നമുക്ക് ഒരു കൃഷിയോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവാൻ പറ്റും അല്ലേ? പിന്നെ ഇതേപോലത്തെ നമ്മൾ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്? പിന്നെ ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കൃഷിയുടെ പാട്ടുകൾ പാടാറുണ്ട് അല്ലേ? വിതകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നന്നായി പഠിക്കുക, കൃഷിയോട് ഇഷ്ടം ഉണ്ടാവുക, അതേപോലെ തന്നെ എന്തെങ്കിലും ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന വെക്കുക വീട്ടിൽ, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ നല്ല കുട്ടികളായിട്ട് വളരുക. ടാറ്റ. നിങ്ങളുടെ നാട്ടിലിപ്പോൾ എന്തു പണിയാണടോ, എന്തു പണിയാണടോ? ഞങ്ങളുടെ നാട്ടിലിപ്പോൾ കന്നുകൂട്ടലാണടോ, കന്നുകൂട്ടലാണടോ. കന്നുകൂട്ടലെങ്ങനെടോ തെങ്ങനെടോ തെങ്ങനെ, കന്നുകൂട്ടലിങ്ങനെടോ തിങ്ങനെടോ തിങ്ങനെ. നിങ്ങളുടെ നാട്ടിലിപ്പോൾ എന്തു പണിയാണടോ, എന്തു പണിയാണടോ? ഞങ്ങളുടെ നാട്ടിലിപ്പോൾ കട്ടതല്ലാലാണടോ, കട്ടതല്ലാലാണടോ. കട്ടതല്ലാലെങ്ങനെടോ തെങ്ങനെടോ തെങ്ങനെ, കട്ടതല്ലാലിങ്ങനെടോ തിങ്ങനെടോ തിങ്ങനെ. നന്നായി, നിങ്ങളും കൈയടിച്ചോളൂ, എല്ലാവർക്കും കൈയടിക്കാലോ അല്ലേ? ഇത് നമ്മുടെ നെടുമ്പുര LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒരുപാട് വിത്തുകൾ ശേഖരിക്കുന്നു, അതുപോലെ കാർഷികോപകരണങ്ങൾ ശേഖരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ കുട്ടികൾക്കുള്ള നേട്ടം എന്താണെന്ന് ടീച്ചർ പറയും. കുട്ടികൾ നമ്മുടെ സംസ്കാരം തന്നെ കൃഷിയോട് ബന്ധപ്പെട്ടതാണ്. അത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം യന്ത്രങ്ങളും പിന്നെ കെട്ടിടങ്ങളൊക്കെ വന്നു വയലുകളൊക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെപ്പറ്റി കുട്ടികൾക്ക് ഒരു ധാരണയില്ല. അവരിപ്പോൾ പഠിക്കുന്ന പുസ്തകത്തിൽ നിന്നോ മറ്റിൽ നിന്നോ ഒക്കെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഞങ്ങൾ ഇത് എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട്. ഈ പഴയ ഉപകരണങ്ങളുടെ പ്രദർശനം നടത്താറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് അതിനോടൊരു ബന്ധപ്പെട്ട കുറേ അറിവുകൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകനായ വിജയൻ ഞങ്ങൾ പല സ്ഥലത്തും കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കൂടുതൽ ഇതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു പ്രദർശനം നടത്താൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് കുട്ടികളിലേക്ക് പഴയ ആ കാലത്ത് എന്തൊക്കെ നടന്നിരുന്നു എന്നുള്ളത് കുട്ടികളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് ഇതിൽ കൂടെ കഴിയുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ടീച്ചർമാരുണ്ടാകട്ടെ. ഇത്തരത്തിൽ തന്നെ കുട്ടികളെ കാർഷിക വൃത്തിയുമായും നമ്മുടെ പൈതൃകമായും ഒക്കെ ബന്ധപ്പെടുത്താനും അതുപോലെ തന്നെ അതിനുവേണ്ട താല്പര്യം ജനിപ്പിക്കാനും ഇനിയും ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ നാട്ടിൻപുറം ഒരുപാട് സന്തോഷം ജനിപ്പിക്കുന്നതാണ്. കാരണം നമ്മളെ പഴയ ഓർമ്മയിലേക്കും പഴയ സംസ്കാരത്തിലേക്കും കാർഷിക സംസ്കൃതിയിലേക്കുമൊക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇതിന് വളരെ മുഖ്യമായി ഇതിൽ പങ്കെടുത്ത, ഇതിൽ പ്രദർശനമൊരുക്കിയ ഈ സ്കൂളിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിജയന് വളരെ അഭിനന്ദനങ്ങൾ പറയാതെ നിവൃത്തിയില്ല. കാരണം ഇന്ന് കച്ചവടത്തിൻ്റെ ഒരു ലോകമാണ്. ലാഭവും നഷ്ടവും മാത്രം നോക്കി വ്യക്തിബന്ധങ്ങൾ പോലും രൂപപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു ഭാഗം നീക്കിവെച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന വിജയനെ പ്രശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത കാഴ്ചയിലെ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ നാട്ടിൻപുറം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.